ഇപ്പൊ നമ്മൾ എപ്പോഴും കണ്ടുവന്ന പോലീസ് കഥാപാത്രങ്ങൾ പോലെയല്ല ഈ സിനിമയിലെ പോലീസ് കഥാപാത്രം. ഇപ്പം എപ്പോഴും ഒരു പോലീസ് കഥാപാത്രം കുറച്ചും കൂടി ഭയങ്കര സെറ്റിൽ ആയിട്ടാണ് ഇതിൽ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതിലെ പോലീസ് ഇങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതിനകത്ത് ജിബിൻ ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് പിന്നെ ത്രൂ ഔട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പം പിന്നെ അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയുമാണ്. അദ്ദേഹം ഒരു പോലീസ് പിന്നെ ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം ലീവിലാണ്, ഇപ്പം വലിയ തിരക്കുള്ള നടനായി. പിന്നെ അപ്പൊ അദ്ദേഹത്തിനോട് അങ്ങനെ കാര്യമായിട്ട് ഒന്നും നമുക്ക് പറയുക, പുള്ളി വന്നങ്ങ് ജീവിക്കുമായിരുന്നു. അത് ആണ് അതിനകത്ത് നമുക്ക് ഭയങ്കര സ്വാഭാവികമായിട്ടങ്ങ് തോന്നും. പുള്ളിയുടെ ഇതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ കഥാപാത്രമായിട്ട് തന്നെ പോയി. പിന്നെ വിനായകൻ ചേട്ടൻ്റെ കഥാപാത്രം വന്നാൽ അത് കുറേ കൂടെ ഇന്റർ കോൺഫ്ലിക്ട്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ സപ്രസ് ചെയ്താണ് ത്രൂ ഔട്ട് പോകുന്നത്. അപ്പോൾ അത് ഒരിക്കലും പുറത്തോട്ട് വരാതിരിക്കാൻ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നു എന്നൊരു സാധനമുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹം സാധാരണ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഈ പറയുന്ന പിന്നെ മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും മറച്ചു വെച്ച് സംസാരിക്കും. ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹം സട്ടിലായിട്ടുള്ള വേരിയേഷൻസ് ഇട്ടിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള പോലീസ് ഓഫീസർമാരിൽ ആരുടെയൊക്കെ പ്രതിനിധിയാണ്. കാരണം കണ്ടിട്ടുള്ള കുറെ പോലീസ് വർക്ക് ചെയ്യുന്ന കുറെ പേര് അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണത്. സിനിമയിൽ അങ്ങനെ അധികം കാണാറില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ചിലപ്പോൾ ഡയലോഗ് ഡെലിവറിയുടെ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സിനിമാറ്റിക് അല്ലാതെ കുറച്ച് നമുക്ക് റിയൽ ലൈഫിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള പോലത്തെ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വേറൊരു ഇമോഷൻ, ഒരു കൈൻഡ് ഓഫ് ഒരു ഈഗോയും ഒക്കെ ത്രൂ ഔട്ട് ക്യാരി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രം അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് അത് വളരെ നന്നായിട്ട് തന്നെ ഉള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മമ്മൂക്കയുടെ ക്യാരക്ടറിൽ ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കാൻ അദ്ദേഹത്തിന്റെ വണ്ടി നമ്പർ, അദ്ദേഹം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്, ഇതൊക്കെ നമുക്കത് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് റൈറ്റിംഗ് സമയത്ത് ഇത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ട് കൃത്യമായിട്ട് അങ്ങനെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു റെട്രോ വൈബ് വേണം, തമിഴ് പാട്ടായിരിക്കണം. പിന്നെ അത് കൂടുതലും അത് പ്ലേ ചെയ്യുന്ന ഇൻസ്റ്റൻസ് ഉണ്ട്. ആ ഇൻസ്റ്റൻസിന്റെ മൂഡിനെ എൻഹാൻസ് ചെയ്യിക്കാൻ പാട്ടിന് പറ്റുകയും ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് മുജീബ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പുള്ളി അത് കൃത്യമായിട്ട് ആ പറയുന്ന പരിപാടികളെല്ലാം ആ പാട്ടിനകത്ത് കൊണ്ടുവന്നു. അതിനപ്പുറത്തോട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി ഒരു സാധനം ചെയ്തു തന്നത്. അത് മാത്രമല്ല, നമുക്ക് പിന്നെ പാടിയിരിക്കുന്ന സിന്ധു ചേച്ചിയാണെങ്കിലും നമുക്ക് പണ്ടത്തെ തമിഴ് ആ ഫീല് തന്നെ അതിനകത്ത് വന്നു. അപ്പൊ പിന്നെ മ്യൂസിക്കിന്റെ കൂടത്തിൽ പ്രോഗ്രാമിങ് എല്ലാം കൂടെ ചേർത്ത് കൃത്യം സാധനം അത് വന്നത് അതെന്തോ രീതിയിൽ വന്നതാണ്. പിന്നെ വണ്ടി നമ്പർ, ഇങ്ങനെ കുറെ വണ്ടി നമ്പറൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ അസോസിയേറ്റ് ആഷിഖിന്റെ സജഷനാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇട്ടാലോ, ഇട്ടതാണ്. ഓക്കെ, ഈ പാട്ട് നമ്മൾ ആദ്യം സിനിമ കാണുന്നതിന് മുമ്പ് ഈ പാട്ട് ആ മെലഡി എന്ന രീതിയിൽ കേൾക്കുകയും സിനിമയ്ക്ക് ശേഷം ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കുള്ളിലൊരു പക്ഷെ അത് ആദ്യം ഇറങ്ങിയ സമയത്ത് തന്നെ കുറെ പേര് പിന്നെ ഒരു ഹൊറർ മൂഡുണ്ട് മറ്റേ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറെ പേര്. പിന്നെ അപ്പൊ അതിന്റെ പക്ഷെ സീനിൽ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഫീൽ വരുമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. കാരണം ആദ്യം കേട്ടപ്പോൾ എനിക്കും ഇത് അങ്ങനെ തന്നെയാണോ എന്നൊരു ഇത് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അത് വെറുതെ അതിന്റെ ടൂൺ മാത്രം ഇങ്ങനെ ഇടുമ്പോൾ, എന്നിട്ട് അത് കറക്റ്റ് സീനിൽ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് കറക്റ്റ് പരിപാടിയാണെന്ന്. പിന്നെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് സംഭവം നമ്മൾ ചുമ്മാ ഡമ്മി റിലാക്സ് ഇട്ടപ്പം പക്കായിരുന്നു. ഇപ്പൊ സിനിമ ഇപ്പൊ റിലീസ് ചെയ്ത് മമ്മൂക്കയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? മമ്മൂക്ക വളരെ വളരെ ഹാപ്പിയാണ് റെസ്പോൺസിലും കാര്യത്തിലൊക്കെ. കാരണം അദ്ദേഹത്തിന് പേഴ്സണലി എനിക്കറിയാവുന്ന ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു കട്ട് അദ്ദേഹം എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ. അന്ന് അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു സിനിമയില്. പിന്നെ നമ്മൾ കുറെ പേര് കാണും. അപ്പൊ ചിലർക്ക് ഇത് സാധാരണ എല്ലാവർക്കും കണക്ട് ആവുമോ എന്നുള്ള അഭിപ്രായങ്ങളും ഇതിന്റെ പേസ് ആൾക്കാർ പിന്നെ ഒരുപാട് ഹൈപ്പും എക്സ്പെക്ടേഷൻസും ഒക്കെ പടത്തിനുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ ഇതിന്റെ പേസ് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പറയാറ്. അപ്പൊ അദ്ദേഹത്തിനും അവസാനം എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നി ചിലപ്പോൾ ഇനി അങ്ങനെ ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് പബ്ലിക് എന്തുമാത്രം ഇത് അക്സെപ്റ്റൻസ് തിയേറ്ററിൽ വരുമോ ഇല്ല. പക്ഷെ അതും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണല്ലോ പടത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി അതും ഭയങ്കര സട്ടിലായിട്ടുള്ള സംഗതികളാണ്, ഭയങ്കര അതുകൊണ്ട് അത് കൃത്യമായ ആൾക്കാർ തിരിച്ചറിഞ്ഞ് അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻസ് വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോഴും സെറ്റിൽ അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു. പിന്നെ അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ചെറിയ ചെറിയ വീഡിയോസിൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇത് എല്ലാം നോക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുന്നുണ്ട്.
അതിൽ നമുക്കും സന്തോഷമുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇത്തരത്തിലൊരു കഥാപാത്രം പെർഫോമൻസ് വൈസ് നമ്മളത് ഭയങ്കരമായിട്ട് മമ്മൂക്ക എന്ന രീതിയിൽ കാണുകയാണ്. അപ്പം ആദ്യത്തെ സംവിധാനം അതിൽ മമ്മൂക്കിനെ വെച്ച് ഇത്തരത്തിലുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? പിന്നെ അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് തിയേറ്ററിൽ കാണുന്ന മൊമെന്റ് വരെ ഉണ്ടായിരുന്നു. അതായത് ഇത്രയും സ്റ്റാർഡുള്ള ഇത്രയും പേര് സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്, ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്ന് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ആൾക്കാർ ആരുടെ പക്ഷത്ത് നിൽക്കുമായിരിക്കും. കാരണം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരും പറയുന്നത് നമുക്ക് ഇതിപ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കണം, കൺഫ്യൂഷൻ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ സിനിമ കാണുമ്പോഴും അങ്ങനെ തന്നെ തുടക്കത്തിൽ ഒരു പർട്ടിക്കുലർ സീനിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് കയ്യടി ഉണ്ടായിരുന്നു. അത് കയ്യടിക്കേണ്ട പ്രവൃത്തി അല്ലത്. അപ്പം തന്നെ നമുക്ക് ഇത് പക്ഷെ അവസാനം അദ്ദേഹത്തിന് എതിരെ ഒരു ഇത് കിട്ടുമ്പോഴും ആൾക്കാർ കൈയടിച്ചു. അപ്പം അവസാനമായപ്പോഴത്തേനും ആൾക്കാർ കഥാപാത്രമായി തന്നെ ഉൾക്കൊണ്ട് അദ്ദേഹം ആ ഒരു മൊമെന്റിൽ മറ്റേ ഒരു എന്താ പറയുക ആ ക്ലൈമാക്സിൽ ആ ഒരു പരിപാടി വരുന്ന മൊമെന്റിൽ തന്നെ കൈയടി വന്നു. അപ്പം തന്നെ നമുക്കും ആശ്വാസം ആയി എന്നുള്ളതാണ്. ഇപ്പൊ കൈയിട്ട ഒരു പെർട്ടിക്കുലർ സീൻ പറഞ്ഞു. അതുപോലെ ഇപ്പൊ പേപ്പർ അദ്ദേഹത്തിന്റെ ഫോട്ടോ നോക്കുമ്പോൾ കൈ വരക്കുന്ന ഒരു രീതി, ടെൻഷൻ രീതി, അങ്ങനെ കുറെയൊക്കെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഷൂട്ടിംഗ് സമയത്തെ ഇപ്പൊ നമ്മൾ നേരിട്ട് കാണല്ലോ, ഏറ്റവും കൂടുതൽ അങ്ങനെ ഞെട്ടിയിട്ടുള്ള വാവും തോന്നിയിട്ടുള്ള ഒരു സീൻ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വെച്ച്? അതില് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് മറ്റേ സിഗരറ്റ് ഇത് ചെയ്യുന്നത് അതുപോലെ കുറെ മൊമെന്റ്സ് ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്കൊരു ഹൈ വരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വരുമായിരുന്നു. പിന്നെ ഈ സീനിൽ പ്രത്യേകിച്ച് ഈ സീനിൽ കയ്യിലൊരു സിഗരറ്റ് ഉണ്ട്, അതൊരു ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് യൂസ് ചെയ്ത ഒരാളൊരു പ്ലേസ് കൊണ്ട് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റിക്ക് ഇതൊരു തടസ്സമാണ്. അപ്പം അത് ലൂസ് ചെയ്യണം അങ്ങോട്ട് ചെല്ലുമ്പോഴെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആണ് സാറ് പറഞ്ഞില്ല അത് വെച്ചൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെന്നിട്ടാണ് ഈ ഇത് ചൂസ് ചെയ്ത് കാണിച്ചത്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഗൂസ് ബംസ് തന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അതപ്പം തിയേറ്ററിൽ അങ്ങനെ അതിന്റെ ഫീൽ എന്താ അതും എല്ലാവർക്കും അക്സെപ്റ്റൻസ് വന്നു. ബട്ട് അന്ന് അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സിനിമ ചെയ്യുക എന്ന പ്രോസസ്സിനകത്ത് നിന്ന് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ബോണസ് പോലത്തെ സംഗതിയായിരുന്നു. അത് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം അതിന്റെ എല്ലാ ഇമോഷനും കിട്ടുന്ന രീതിയിൽ അത് ചെയ്തു. അത് ഭയങ്കര സ്ക്രീനിൽ നമുക്ക് കാണാനും പറ്റി അത്രയും ആ ഒരു തന്നെ. ഇപ്പം വിനായകന്റെ ഇപ്പത്തെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് തന്നെ മമ്മൂക്കയുടെ ഒരു ചൈൽഡ്ഹുഡ് ഒരു നറേഷൻ ഡ്രോയിങ്സിൽ കാണിക്കുന്നുണ്ട്. അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഇത് എങ്ങനെ ഇവർ എഡിറ്റിംഗിൽ അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് മീൻസ് അങ്ങനെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെയോ യാദൃശ്ചികമായിട്ടും എനിക്ക് ഏതോ യാത്രയിലാണ് ഇങ്ങനെ ഒരു സീക്വൻസ് വരുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. അത് പിന്നെ എഴുതി സെറ്റ് ചെയ്തു. പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വേറൊരാളോട് കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും വലിയ പരിപാടി ആണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന സംഗതി. ഇപ്പൊ ക്രൂ മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും മറ്റുള്ള ആൾക്കാരിലോട്ട് എത്തുന്നില്ലായിരുന്നു അതിനകത്ത്. അപ്പം അത് ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാം ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ പോണത് എന്നുള്ളത് ഒരു പരിധിക്കപ്പുറം മറ്റുള്ളവർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എഡിറ്റിംഗ് ടേബിളിലും അതേപോലെ അത് കഴിഞ്ഞിട്ട് അത് ഡബില് സാധനം മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡബ് ചെയ്യുന്നതും അതൊക്കെ വിനായകൻ ചേട്ടന് നല്ലപോലെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇരുന്നിരുന്ന് പുള്ളിയും കുറെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ചെയ്തത്. അത് അത്രയും ആ സീക്വൻസിൽ കിട്ടുമോ കാണുന്നവർ കിട്ടുമോ എന്ന് അറിഞ്ഞൂടാ. ബട്ട് അതിൽ അത്യാവശ്യം പണിയെടുത്തു. മാത്രമല്ല ചെയ്യാൻ ഇത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഫസ്റ്റ് കാഴ്ചയിൽ എന്തായാലും ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും കിട്ടത്തില്ല. സീക്വൻസ് അതിനകത്ത് കിട്ടാത്ത എലമെന്റ്സ് എന്തായാലും ഉണ്ടായിരിക്കും. അത് അങ്ങനെ കുറച്ച് കിട്ടിയാലും മതി എന്നുള്ള രീതിയിൽ തന്നെ ഇട്ടിരിക്കുന്നതാണ്. ഇപ്പൊ ട്രാവലിംഗ് നന്നായിട്ട് നടന്നിട്ടുണ്ട് ഇതിന്റെ ഷൂട്ടിംഗിൽ. ഏതൊക്കെ ലൊക്കേഷനിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ ഇതിന്റെ കേരളം കാണിക്കുന്നത് കൂടുതലും പിന്നെ തമിഴ്നാട് മെയിനായിട്ട് പിന്നെ നാഗർകോവിൽ, കന്യാകുമാരി, പിന്നെ മുട്ടം, അങ്ങനത്തെ മാർത്താണ്ഡത്തിന്റെ കുറച്ച് പരിസര പ്രദേശങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറെ ഇന്റീരിയർ പോർഷൻ ബാക്കി കുറെ സാധനങ്ങൾ എറണാകുളം ജില്ലയുടെ പല സ്ഥലങ്ങൾ, പിന്നെ കുറച്ച് തൊടുപുഴ, പിറവം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഷൂട്ട് കൂടുതലും പോയത്. ഇപ്പം ആദ്യത്തെ സംവിധാനം ചെയ്യുന്നതാണെങ്കിൽ നേരത്തെ സ്ക്രിപ്റ്റ് വേറെ സംവിധാനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ആദ്യം തന്നെ ഈ സിനിമ തന്നെ ചെയ്യണമെന്നൊരു പ്ലാനോട് കൂടിയാണോ? അങ്ങനെ പ്ലാൻ ഉണ്ടോന്ന് സംശയമുണ്ട്. വേറെ 1-2 സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ചെയ്ത് വന്നപ്പം ഇത് ചിലപ്പം കുറച്ച് അങ്ങോട്ട് അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു കൂടുതലും.
ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ജിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന സിനിമകളും ആളുകൾ പ്രതീക്ഷിക്കും. കാരണം കണങ്കാവിൽ റിലീസിന് മുൻപ് തന്നെ ആളുകൾ ശ്രദ്ധിച്ചൊരു സിനിമ, റിലീസിന് ശേഷം ഡയറക്ടറെ കുറിച്ച് സംസാരിക്കുന്നു, സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. അത് എത്രത്തോളം ഇനി മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഒരു കരിയറിലും അതൊരു എന്താ പറയാ, ഇനി നല്ല മികച്ച സിനിമകൾ ചെയ്യണം എന്നൊരു പ്രഷർ ഉണ്ടോ? അങ്ങനെ പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അത് വരുമായിരിക്കും. നമുക്ക് എങ്ങനെയും ഇത് സക്സസ് ആക്കണമെന്നുള്ളൊരു ഇനിയുള്ള നമ്മുടെ പിന്നെ നിലനിൽപ്പ് മുന്നോട്ട് പോകുമെല്ലാം ഇതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമല്ലോ. അപ്പം ഇതിന്റെ ഒരു ഇതിലായിരുന്നു. അടുത്തത് പറ്റി ഇനി ചിന്തിക്കുമ്പോൾ പ്രഷർ വരുമായിരിക്കും. പ്രീ വാച്ചിങ് നമ്മൾ സിനിമ ഒന്നിൽ കൂടുതൽ തവണ കാണുകയാണെങ്കിൽ നമുക്ക് സിനിമയിൽ നിന്ന് എന്തൊക്കെ കാണാം, ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങൾ ഉണ്ടാവും ഈ പടത്തിൽ? അങ്ങനത്തെ കുറെ എലമെന്റ്സ് സിനിമയിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഉണ്ടാവണം നിർബന്ധമില്ല, സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ കുറെ എലമെന്റ്സ് പിന്നെ കണ്ട ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരോട് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ സിനിമ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ച്, അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവൻ അതിനകത്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് മമ്മൂക്കയുടെ ക്യാരക്ടറിനോട് അദ്ദേഹത്തിന്റെ നാടിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരു കുടിയേറ്റ ഗ്രാമമാണ്. അപ്പോൾ കുടിയേറ്റ ഗ്രാമം അങ്ങനെയുള്ള ആൾക്കാരല്ലേ കൂടുതൽ ചോദിക്കുമ്പോൾ ഇല്ല സാർ അല്ലാത്തവരും അവിടെ ഉണ്ടെന്ന് പറയും. അതിനകത്തൊരു പൊളിറ്റിക്കൽ ലെയർ ഉണ്ട്. അത് ആ ഫോട്ടോസിന്റെ സീക്വൻസുമായിട്ടൊക്കെ മെർജ് ചെയ്ത് വരുന്ന ഒരു എലമെന്റാണ്. അതിന് മുന്നേ വേറെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടില്ല. അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. ഒരു ചില നാടുകളും ആ നാടുകളെ പരിചയമുള്ള അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയെ പറ്റി അറിയാവുന്നവർക്ക് മാത്രമേ അത് കണക്ട് ആകത്തുള്ളൂ. അങ്ങനെയുള്ള കുറെ ലേയേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ കുറച്ച് ലേയേഴ്സ് സിനിമയിലുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ കണ്ടെങ്കിൽ കണക്ട് ആകത്തുള്ളൂ. ഇപ്പൊ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം എന്തൊക്കെ റിസർച്ച് ഇതിനു മുമ്പിൽ നടന്നിട്ടുണ്ട്? ആരെങ്കിലും നമ്മൾ നേരിട്ട് പോയി കാണുകയോ? ഇല്ല, അങ്ങനെ റിസർച്ച് ഇപ്പൊ ഞാൻ കുറുപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ പോയി കാണുകയും അതിന്റെ പുറകെ കുറെ മാധ്യമപ്രവർത്തകരെ പോയി കാണുകയും നടന്ന സ്ഥലങ്ങളിൽ പോയി കുറെ വ്യക്തികളെ കാണും, അങ്ങനെ കുറെ പരിപാടി നടത്തി. ഇതിനകത്ത് അങ്ങനെ പോയിട്ടില്ല. ഇത് നമുക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന്റെ പുറത്ത് ബിൽഡ് ചെയ്ത ആ ഫിക്ഷണൽ സിനിമാറ്റിക് പ്രിമൈസിനെ എൻഹാൻസ് ചെയ്യാൻ മാത്രമേ നോക്കിയുള്ളൂ. റിസർച്ച് അതിന് അപ്പുറത്തോട്ട് പോയിട്ടില്ല. കാരണം അല്ലാതെ ഒരു സാധനം ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മള് പിന്നെ ഈ അടുത്തിടയ്ക്ക് പോലുമാണ് ആ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ ഇങ്ങനെ ചില എലമെന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇടയ്ക്കൊക്കെയാണ്. അതുകൊണ്ട് സിനിമയ്ക്കകത്ത് കേറ്റുമായിരുന്നു എന്നല്ല, ബട്ട് റിസർച്ച് അത്ര നടന്നിട്ടുള്ളൂ. അത് ചിലപ്പോൾ ഒരു ന്യൂനതയായിരിക്കാം, ബട്ട് റിയാലിറ്റി അതാണ്. ഈ സിനിമയിൽ പേഴ്സണൽ ഇന്റിമസി സീനുകളുണ്ട്, പക്ഷെ അത് ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതും കാണിച്ചിട്ടുള്ളത്. അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ലിമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ? അങ്ങനെ നിർബന്ധമില്ലായിരുന്നു. നമ്മുടെ മൈൻഡിൽ വന്ന സിനിമ ഇങ്ങനെ ആയിരുന്നു. അത് ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. വേറൊരാളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇതിപ്പോ മമ്മൂക്കയുടെ സിനിമ അങ്ങനെ അല്ല, ഇത് എഴുത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരുന്നതാണ്. അത് അങ്ങനെ തോന്നി അങ്ങനെ എഴുതിയെന്നുള്ളത് അതിനകത്ത് സബ്ജക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. അതിൽ പല സ്ഥലത്ത് മമ്മൂക്കയുടെ ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ട്. അതിപ്പം റൊമാൻറ്റിക് രീതിയിലാണെങ്കിലും അത് ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഒരു കൺവേ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു? അത് പിന്നെ നമ്മൾ എല്ലാ സാധനവും ഡയലോഗ്സ് എഴുതിയിട്ടുള്ള ഡയലോഗ്സ് എല്ലാം നമ്മൾ എഴുതിയിരുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹമാണ് ഇത് പറയാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാൻ സാധ്യത ഉള്ളത് എന്ന് നമുക്ക് എല്ലാ മലയാളികളെ പോലെ നമുക്ക് ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു ഇത് മുന്നിൽ കണ്ട് എഴുതിയതാണ്. അതങ്ങനെ പാളിയിട്ടില്ലായിരുന്നു. കാരണം മിക്കവാറും എല്ലാം സെയിം ഡയലോഗ്സ് തന്നെ ഉപയോഗിച്ചതും. മാത്രമല്ല അദ്ദേഹം വളരെ മനോഹരമായിട്ട് എല്ലാം ഡെലിവറി ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കാമുകൻ എന്നുള്ള ഒരു പരിപാടി അദ്ദേഹം അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കുറവാണ്. ബട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ അതേ രീതിയിൽ രസമായിട്ട് ചെയ്യും എന്നുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര രസമായിട്ട് പുള്ളി ചെയ്യുകയും ചെയ്തു. നമുക്ക് ഭയങ്കര എല്ലാവർക്കും അറിഞ്ഞൂടാ, വളരെ നോർമലായിട്ട് രണ്ട് സ്ത്രീയുമായിട്ട് സംസാരിച്ചിരിക്കുന്ന കുറെ സംഗതികൾ സീൻസ് ഉണ്ട്. പക്ഷെ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോർമൽ സീൻസ് ആണ്, പക്ഷെ അതേ ആ പെർഫോമൻസിന്റെ പുറത്ത് അത് ഭയങ്കര ലൈവ് ആയിരുന്നു, ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു. അത് ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ പല സ്ഥലത്ത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മമ്മൂക്ക ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് റൈറ്റിംഗിന്റെ സമയത്തും മനസ്സിലായത്.